2026 നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ അനധികൃത മദ്യനിർമ്മാണം, മദ്യക്കടത്ത്, ലഹരിയുടെ ഉപയോഗം, ദുരുപയോഗം എന്നിവ തടയുന്നതിനുള്ള മുൻകരുതലെടുക്കുന്നതിനായി എക്സൈസ് വകുപ്പ് നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി മാഹിയിൽ നിന്നും അനധികൃതമായി സംസ്ഥാനത്തിനകത്തേക്ക് മാഹി മദ്യം കടത്തിക്കൊണ്ടുവരുന്നുവെന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഇന്നോവ കാറിൽ 255 ലിറ്റർ മാഹി മദ്യം കടത്തിക്കൊണ്ടുവന്ന ബിജോയ്, പേര് റോബിൻ, ബിബിൻ എന്നിവരെ അറസ്റ്റ് ചെയ്യും. മ്യാൻമാർ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ വ്യാജ ഐഡൻറ്റി കാർഡ് ഉപയോഗിച്ച് പരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നിയാണ് ടിയാനെ നടത്തിയ പരിശോധനയിലാണ് ടിയാനെ തടഞ്ഞു നിർത്തുകയും പരിശോധനയിൽ ഈ മദ്യം കണ്ടെടുക്കുകയും ചെയ്തത്. കൂടാതെ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ബിജോയ് എന്ന ആളാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ടിയാന് മദ്യം മാഹിയിൽ നിന്ന് കടത്തി നൽകുന്ന ജോൺസൺ എന്നൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടിയാന്മാരെ ഇന്ന് തന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞ ജോൺസൺ എന്ന ആളെ രണ്ടാമത് അറസ്റ്റ് ചെയ്താണ്. ഇല്ല, വണ്ടിയിലുണ്ടായിരുന്നു. രണ്ടാമത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിക്കവറി ചെയ്തതാണ്. അയാൾക്ക് കൊടുത്ത പണം ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപ മദ്യത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ പണം ഉൾപ്പെടെ ക്യാനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 255 ലിറ്റർ മാഹി മദ്യം, 2,05,000 രൂപ. മാഹിയിലെ വില ഏതാ? മദ്യം കടത്തിന് ചെയ്യാൻ കേസുകളൊന്നും നിലവിലില്ല. ഈ ജോൺസണെതിരെ മുൻ പരാതികളൊന്നും കണ്ടിട്ടില്ല. നമുക്ക് രഹസ്യവിവരം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ്. വ്യാജ ഐ ഡി കാർഡ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ വ്യാജ ഐ ഡി കാർഡ്. ഇത് ഗുരുതരമായ ഒരു കുറ്റമാണ്. അതായത് പരിശോധനയിൽ ഒഴിവാകുക. സാധാരണ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാഗിട്ട് ഒരു വ്യാജ ഐഡൻറ്റി കാർഡ് ആൾ കാണിക്കും. അപ്പം നോർമലി ആൾ ഒരു ഓഫീസറാണെന്ന രീതിയിൽ ഈ പരിശോധനയിൽ നിന്നും അവരെ സീക്രട്ടായ സാധനങ്ങൾ പരിശോധന ഒഴിവാകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. റോൾ ഒഴിവാകുക, പിന്നെ മെയിൻ ചെക്കിങ്. അയാൾ കുറ്റവാളി. ക്രിമിനൽ വ്യാജ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഉണ്ടാക്കി നമ്മൾ പരിശോധനയിൽ നിന്ന് സുഖമായിട്ട് ഒഴിവായി പോവുക. സംശയം തോന്നിയാണ് അയാളെ പരിശോധിച്ചതും പെരുമാറ്റത്തിലും കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഇത് തോന്നിയാണ് സംശയിച്ചത് പരിശോധന നടത്തിയതാണ്. ബിജോയ്. പിന്നെ അയാൾക്ക് പെയിന്റിങ് പണിയെന്ന് അയാൾ പറയുന്നത്. നിലവിൽ ഒരു പണിയും കാണുന്നില്ല. ഇവര് വണ്ടിയിൽ കാർബോർഡ് ബോക്സുകളിലാക്കി സൂക്ഷിക്കുന്നതാണ്. ഇവരെന്താണെന്ന് അന്വേഷിച്ചില്ല. ഇവരെ വേറെ എവിടെയെങ്കിലും വിൽപ്പനയായിരിക്കാം, എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. ഇവരെ ഫോണും CDR ഡീറ്റെയിൽസ് എല്ലാം അനാലിസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിയിലെ പ്രമോദ് പുളിക്കൂൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്. പിന്നെ പ്രിവൻറ്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, ഷിറാജ്, സായിദാസ്, മുസ്ബിൻ, ശ്യാംരാജ്, നമ്മുടെ പ്രജീഷ്, CEO പ്രജീഷ്, പിന്നെ ഇത്രയും പേര് അപകടത്തിൻ്റെ. ഒറ്റ ഷോട്ട് എടുത്തു വെച്ചാൽ മതി.
Gracias.